എൻ്റെ അച്ഛനാണ്. ഞാൻ ശ്രീദുർഗ സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ അച്ഛന് കരളിന് അസുഖം ബാധിച്ചിരിക്കുകയാണ്. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് കരൾ മാറ്റി വയ്ക്കണമെന്നാണ്. ഞങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തികമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും സഹായിക്കണം. ഞങ്ങളേത് 4 മാസമായിട്ട് കരൾ കരളിന് അസുഖം ബാധിച്ച് ചികിത്സയിലാണ് 4 മാസമായിട്ട്. ഓട്ടോ ഓടിച്ചിട്ട് ജീവിച്ചിരുന്നത്. ഓട്ടോ ചികിത്സ ചെയ്യുന്നത്. കാരണം മാറ്റി വയ്ക്കുന്നത് എനിക്കത് സാമ്പത്തിക ശേഷിയില്ല. ഈ മൂത്തൊരാളുണ്ട്. ആള് കൃഷിക്കാരനാണ്. ആൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ആളൊരു കിഡ്നി ദാനം ചെയ്താണ് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട്. അനിയത്തി മരിച്ചു. എൻ്റെ അമ്മ അച്ഛനുമില്ല. എല്ലാവർക്കും സഹായിക്കണം. സതീഷ് എന്ന യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളുടെയും സുമനസ്സുകളുടെ ഏറ്റവും വലിയ സഹായ സഹകരണത്തിന്റെയും അഭ്യർത്ഥിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഞങ്ങളുടെ മഴുവഞ്ചേരി പ്രദേശത്തുള്ള സതീഷ് എന്ന സഹോദരൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് രോഗശയ്യയിലാണെന്നുള്ള വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു. ഈ നാട്ടിലുള്ള എല്ലാ അപാരവർഗ ജനങ്ങളും ജാതി മത വർഗവർണ്ണത്തിന് വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആ ഒരു മനുഷ്യ ശരീരത്തിന് ആരോഗ്യത്തോടുകൂടെ വീണ്ടെടുക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് വിനയത്തോടുകൂടെ എല്ലാവരോടും താല്പര്യപ്പെടുന്നു. നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൈവം തമ്പുരാൻ ഇല്ലാതാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമസ്കാരം. സതീഷ് കരൾ രോഗമായിട്ട് ഒരു മിഷൻ ഹോസ്പിറ്റലിൽ കിടന്ന് അത് കഴിഞ്ഞ് ഇപ്പോൾ എറണാകുളത്ത് കാണിക്കണം. എറണാകുളത്ത് കാണിച്ചത് ഒരു 40 ലക്ഷം രൂപയുടെ മുകളിൽ ചെലവ് വരുമെന്നാണ് പറയുന്നത്. വളരെ ദയനീയാവസ്ഥയിൽ പോകുന്ന ഒരു കുടുംബമാണ്. ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. എനിക്കൊരു ചെറിയ പെൺകുട്ടിയുണ്ട്, വൈഫുണ്ട്. വളരെ കഷ്ടപ്പാടോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. എല്ലാവരുടെയും സഹായത്തോടു കൂടി ആ ജീവൻ രക്ഷിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട സതീഷിന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയാണ് നാം എല്ലാവരും കൂടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സതീഷിന്റെ കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വരും എന്നാണ് ഡോക്ടർമാരെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏകദേശം 40 ലക്ഷത്തോളം രൂപ അതിന് ചെലവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട സതീഷ് ഓട്ടോറിക്ഷ ഓടിച്ച് ആണ് ഉപജീവനം നടത്തിയിരുന്നത്. ഇപ്പോൾ വല്ലാത്ത ഒരവസ്ഥയിലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ സതീഷിന്റെ കുടുംബത്തിനുണ്ടാകണം. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് ഇവിടെ താല്പര്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. എന്റെ വാർഡിലെ ഒരു കുടുംബമാണ്. ചെറുപ്പക്കാരനാണ്. മഞ്ഞപ്പിത്തം ബാധിച്ചത് കരൾ മാറ്റിവെക്കേണ്ട വലിയൊരു ഗുരുതരമായ അവസ്ഥയിലാണ്. ആളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നാട് മൊത്തം ഒരുമിച്ച് വന്നു ചേർന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്ത് ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും കൂടെ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞു. സഹോദരി സഹോദരന്മാരെ, ഞങ്ങളെല്ലാവരും പ്രിയപ്പെട്ട ഞങ്ങളുടെ നാട്ടിലെ അതുപോലെ തന്നെ നമ്മൾ അത്രയും വേണ്ടപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് സതീഷ്. സുഖമില്ലാതെ മഞ്ഞപ്പിത്തത്തിനെ തുടർന്ന് ലിവറിന് അസുഖം വരും, ഒപ്പം തന്നെ കിഡ്നിയെ ബാധിക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. ദയനീയമായ അവസ്ഥയിലാണ് പോകുന്നത്. ഒരു ചെറിയ കുട്ടി, അതായത് വെറും 10 വയസ്സ് മാത്രമുള്ള ഒരു മോള അടങ്ങുന്ന കുടുംബമാണ്. ദുരിതന കുടുംബമാണ്. ഒരുപാട് അവരെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാവരെയും കൊണ്ട് ചെയ്തിട്ടുണ്ട്.
എല്ലാവരും കൂടി ജാതി മതഭേദമന്യേ ഈ സതീഷിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. ഈ ജീവൻ നിലനിർത്താനും അവരൊപ്പം തന്നെ പഴയ രീതിയിലേക്ക് എത്തിക്കാൻ എല്ലാവരും സഹായമായി അപേക്ഷിക്കുന്നു. അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ സുൽഫി വണ്ണൂത്താണ്. സഹോദരങ്ങളെ, ഞാനിപ്പോഴുള്ളത് തൃശൂർ ജില്ലയിലെ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലെ കീഴ്പ്പട വീട്ടില് സതീഷിന്റെ വീട്ടിലാണ്. സതീഷിന് ലിവറിന്റെ അസുഖം ബാധിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് സഹോദരങ്ങളെ ഉള്ളത്. ചികിത്സിക്കാൻ പോലും മാർഗമില്ലാത്തൊരു സാഹചര്യത്തില് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് കുടുംബം പോറ്റിയിരുന്നത്. ഇപ്പൊ ആ ഓട്ടോറിക്ഷ പോലും വിറ്റിട്ടാണ് ഇപ്പോ അദ്ദേഹം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. ഏകദേശം 40 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ആഴ്ചയിൽ 5 ലിറ്ററും 4 ലിറ്ററും വെള്ളം കുത്തിയെടുക്കുകയാണ് സഹോദരങ്ങളെ. വേറൊരു ചികിത്സ നടത്താനോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നടത്താനോ യാതൊരു വിധ മാർഗമില്ലാത്തൊരു അവസ്ഥയിലാണ്. സ്വന്തമായിട്ട് സ്ഥലമോ വീടോ ഒന്നുമില്ല. ആയുള്ളത് ഈ 10 വയസ്സുള്ള ഒരു പൊന്നുമോളാണ് ആയുള്ളത്. കുറച്ചുനാൾ മുമ്പ് ഒരു സഹോദരി മരണപ്പെട്ടു പോയി വൃക്ക സംബന്ധമായ അസുഖം കൊണ്ട്. സതീഷിന്റെ സഹോദരനാണ് വൃക്ക നൽകിയത്. അന്ന് ആ സഹോദരിക്ക് ചികിത്സിക്കാൻ പണമില്ലാത്തതിന്റെ പേരിലാണ് ആ സഹോദരി മരണപ്പെട്ടു പോയത്. ഇവര് 4 മക്കളാണ്. അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി. വേറെ ഇനി ഒരു നിർവാഹമില്ല. മലയാളി സമൂഹം സഹായിച്ചാൽ മാത്രമാണ് ഈ സതീഷിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന സഹോദരങ്ങളെ. ദയവ് ചെയ്ത് ഈ പൊന്നുമോളുടെ മുഖം കണ്ട്, ഈ സഹോദരിയുടെ മുഖം കണ്ട് നിങ്ങൾ ഓരോരുത്തരും സതീഷിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആത്മാർത്ഥമായിട്ട് കൈക്കൊള്ളണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർ ലെറ്റർ തന്നിട്ടുണ്ട്. PS സന്ദീപ് സാർ ലെറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി വില്യംസ്, അതുപോലെ തന്നെ ഇവിടുത്തെ സാമുദായിക സംഘടന, എല്ലാ ആളുകളും, ഇവിടുത്തെ നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും എല്ലാം ഈ സഹോദരന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വലിയൊരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് മഴുവഞ്ചേരി ജുമാ മസ്ജിദ് മദ്രസ അങ്കണത്തിൽ വെച്ച് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും പടച്ചറബിനോർത്ത്, ദൈവത്തെ ഓർത്ത് സതീഷ് കുമാറിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആത്മാർത്ഥമായിട്ട് കൈകൊള്ളണമെന്നും ഇവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആത്മാർത്ഥമായിട്ട് കൈകൊള്ളണമെന്ന് ഈ കുടുംബത്തിന് വേണ്ടി മലയാളി സമൂഹത്തിന് മുന്നിൽ കാല് പിടിച്ചുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ആരും തട്ടി മാറ്റി പോകരുത്. അത്രത്തോളം വിഷമത്തോടും വേദനയോടും പ്രയാസത്തോടും കൂടിയാണ് സഹോദരങ്ങളെ ഓരോ ദിവസവും ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ പട്ടിണിയുടെ വക്കിലാണ് സഹോദരങ്ങളെ. ഒരു സഹോദരൻ കൊണ്ടുവന്നിട്ട് വേണം ഈ കുടുംബത്തെയും ഈ സഹോദരനെയും ആശുപത്രിയിൽ കൊണ്ടുപോകാനും കുടുംബം പോറ്റുവാനുമെല്ലാം. വേറെ ഒരു മാർഗവുമില്ല സഹോദരങ്ങളെ. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന മുഴുവൻ സഹോദരങ്ങളും നിങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ അധ്വാനത്തിന്റെ വിയർപ്പിൽ നിന്ന് ഒരു നാണയത്തുട്ടാണെങ്കിലും ഇവരുടെ അക്കൗണ്ടിലേക്ക് നൽകിക്കൊണ്ട് ഈ സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരികൊണ്ടുവരാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൈക്കൊള്ളണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം.